ഹിന്ദി പാട്ടും ലിറിക്സ് ഒക്കെ എങ്ങനെയാണ് പഠിച്ചേ? പഠിക്കാൻ ഒരു 2 ദിവസം കിട്ടും. അതിൽ നിന്ന് രാത്രി കിടക്കത്തുമില്ല. രാത്രി അങ്ങനെ പഠിപ്പിച്ച് 10 മണിയാവും. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു ഉറക്കമൊക്കെ വരും. അപ്പൊ അങ്ങനെ പഠിച്ചിട്ട് വേണം ഉറങ്ങാൻ. അങ്ങനെ ഉറങ്ങുക. അപ്പൊ രാവിലത്തേക്ക് അത് വൈഹാട്ടാവും. അപ്പൊ അങ്ങനെ പാടിയിട്ട് കരോക്കെ കൂടെ പിന്നെ പോകും. അങ്ങനെ കരോക്കെ കൂടിയിട്ട് വീണ്ടും കരോക്കെ പോകും. അങ്ങനെ പാടി പിന്നെ ഇതായി ബാൻഡിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൂട്ടിൽ പാടി. ഈ ഫൈനൽ ടൈമിൽ സ്റ്റേജിലേക്ക് കയറി നിൽക്കുമ്പോൾ പേടി ഉണ്ടാവില്ലേ? സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊന്നും ഞാൻ ഫൈനലിൽ ജയിക്കുമെന്ന് അറിഞ്ഞില്ല. അതൊക്കെ ഞാൻ വിട്ടപ്പം ഞാൻ പാട്ടിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ പോവാം. അങ്ങനെ ഒരു ഇതിൽ ഓക്കെ. ഇപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ പാട്ട് പാടാൻ വന്നു കഴിഞ്ഞാൽ അതാണ് എന്റെ പ്രയോറിറ്റി. വേറെ ഒന്നിനെ പറ്റി ബോധറേണ്ട കാര്യമില്ല അല്ലെ? അങ്ങനെ ആ ഒരു ഇതിൽ വന്ന് പാട്ട് പാടി എന്റെ ആ പാട്ട് അടിപൊളിയാക്കും ആ സമയത്ത്. ഇനി വേറെ സംഭവം, ഈ ഞാൻ കേട്ടത് ഓഡിയൻസ് പോളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയതും വോട്ട് കിട്ടിയതും മോനാ ആവിർഭവനാണ്. അപ്പൊ ഇവിടെ കേരളത്തിൽ അല്ലാണ്ട് മുംബൈയിലൊക്കെ പോയിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരുപാട് പേര്, അത് മലയാളികളൊന്നും അല്ല, വേറെ നാട്ടിലെ ആൾക്കാരൊക്കെ വന്ന് അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തായിരുന്നു. കൊറേ പേര് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് പോന്നപ്പം എനിക്ക് കൊറേ ഇത് വരുന്നുണ്ടായിരുന്നു. കുറെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രിക്ക്. മറ്റേ ക്യാൻസർ ആയിരുന്നു അപ്പോൾ ആ സാറിന്. അപ്പോൾ സാറ് വിളിച്ചപ്പോൾ എനിക്ക് കുറേ സന്തോഷമായി. സാറ് ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. സാറ് വയ്യാതിരുന്നപ്പോൾ പെയിനൊക്കെ ആയപ്പോൾ കുറേ നേരം പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. പുള്ളി സന്തോഷമായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമൊന്നും ഇല്ല. ഞാൻ അങ്ങനെ ഒരു നല്ലൊരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെയായിട്ട് ഇരിക്കുക. അതും ഒരു എക്സ്പീരിയൻസ് ആണ്. ആ വാക്കുകളാണ് മോന് കിട്ടിയ അവാർഡിനേക്കാളും ഏറ്റവും മികച്ച അവാർഡ്. ഹാറ്റ്സ് ഓഫ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മൊത്തത്തിൽ 8 മെഡൽ മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ടാ അവിടുന്ന് മുംബൈയിൽ നിന്ന്. അപ്പൊ 8 മെഡല് പിന്നെ ഒരു ട്രോഫി. പിന്നെ അവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഹർഷ് ഭയ്യയുടെ ഒരു ഹർഷ് ലിംബാച്ചിയ ഭയ്യല്ലേ അവിടുത്തെ. അപ്പൊ അവിടുത്തെ ആങ്കർ ആയിരുന്നു. അപ്പൊ ആ ആങ്കർ ഒരു പാട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരച്ചായിരുന്നു. അപ്പൊ ഞാൻ ആ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ പോയി. പിന്നെ അങ്ങനെ കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? ഇന്ന് എന്നൊരു ഗിഫ്റ്റേ കിട്ടിയിട്ടുള്ളൂ. ഇന്നൊരു ഗിഫ്റ്റേ കിട്ടിയിട്ടുള്ളൂ. ഇന്നൊരു ഗിഫ്റ്റ്. ഇന്നലെ മിനിഞ്ഞാന്ന് കുറെ ദിവസമായിട്ട് ഒരുപാട് ഗിഫ്റ്റ് കിട്ടി കാണൂല്ലേ? ഇന്നലെ രാത്രിക്ക് ഒരു ട്രോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പുറത്തുനിന്ന് വന്ന ആൾക്കാരാ. അപ്പൊ അവര് 2 ട്രോഫി തന്നു ആൾക്ക്. ഇത് വെൽക്കം ഒക്കെ പറഞ്ഞ് അങ്ങനെ ട്രോഫിയൊക്കെ തന്നു വീട്ടിന്റെ മുമ്പിൽ തന്നെ. അപ്പൊ അങ്ങനെ ഒരു ഇതൊക്കെ സന്തോഷമാണ്. എനിക്ക് മോന്റെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം തോന്നി. ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് അതിനകത്തൊരു കമന്റ് കണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് മോൻ ഓഡിഷന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം